ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബോൾസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ബോൾസ് എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. ഈ ചിക്കൻ ബോൾസ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും ചിക്കൻ ഉപ്പ് മാത്രം ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം എല്ലൊന്നുമില്ലാതെ ചെറിയ ചെറിയ പീസായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് പിച്ചിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ സവാള നമ്മൾ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് 1 സ്പൂണ്, പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂണോളം ഓയിൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് അത്യാവശ്യം വലിയ സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ ഉടച്ചെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ 1 സ്പൂൺ തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഗരം മസാല, മുളക് പൊടി ഇതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കിത് ബോളാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ആവശ്യത്തിന് ചെറിയ ചെറിയ സൈസിലുള്ള ബോൾ പോലെ ആക്കിയെടുക്കാം. അതുപോലെ ഇത് നമ്മൾ ചെറിയ ചെറിയ ബോളാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമ്മളിത് ബോളാക്കുക. അതല്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ഫുൾ എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം എന്നുള്ള വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ ബോൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലേക്ക് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് മെതികയെടുത്ത് നമ്മുടെ ബ്രെഡ് ക്രംസിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് റോൾ ചെയ്യുക. ഈ ഒരു രീതിയിൽ ഓരോരോ ബോളായിട്ട് എടുത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൽ നിന്നും മെല്ലെ എടുത്ത് ബ്രെഡ് ക്രംസിലേക്കൊന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ എല്ലാ ബോൾസും നമ്മൾ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് കാത്തിരിക്കാം. എന്നിട്ട് നമുക്ക് ഈ ബോളിൽ നിന്ന് ഓരോരോ ബോളായിട്ട് ആ തിളച്ചിരിക്കുന്ന എണ്ണയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, പാത്രം എടുക്കുമ്പോൾ കുറച്ച് കുഴുവുള്ള, അകത്ത് കുഴുവുള്ള പാത്രം എടുക്കുക. നമ്മളിപ്പോൾ എടുത്ത പാത്രത്തിന് അത്ര കുഴുവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ബോൾസ് ഫുള്ളായിട്ട് ഓയിൽ മുങ്ങിക്കിടക്കുന്നില്ല. നമ്മൾ കുറച്ചുകൂടി കുഴുവുള്ള താഴ്ചയുള്ള സെൻറ്റർ ഭാഗത്തേക്ക് താഴ്ചയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ അതിനകത്താകുമ്പം നമ്മുടെ ഈ ചിക്കൻ ബോൾസ് ഫുള്ളായിട്ട് ഓയിലിൽ ഫില്ല് ചെയ്ത് കിടക്കും. നമ്മൾ ഈ ചിക്കൻ ബോളിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോയും ചിക്കനും നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓയിലിനകത്ത് കിടന്ന് ഒരുപാട് അങ്ങ് കുക്കാകേണ്ട കാര്യമില്ല. ലൈറ്റ് ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഈ ചിക്കൻ ബോൾസ് കോരി മാറ്റാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ആ ബോൾസ് ഫുള്ളായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. നോൺ വെജ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ റെഡിയാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.